എനിക്ക് ഓഫാണ്. അപ്പം ഞാനും എൻ്റെ കസിൻസും എൻ്റെ മോളും കൂടിയിട്ട് ഞങ്ങൾ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ വന്നതാണ്. അപ്പം ഞങ്ങൾ ഒരു 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുവാണ്. ഇനി ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേ ഞങ്ങൾ ബോട്ടിലൊക്കെ കയറി. ഇത് ഗോൾഡ് കോസ്റ്റിലെ ബീച്ചിന്റെ സൈഡാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഞങ്ങൾക്കുള്ള ബെയ്റ്റൊക്കെയാണ്, ചൂണ്ടയും കാര്യങ്ങളും എല്ലാവരുമാണ്. 14 പേരടങ്ങുന്ന ഒരു ട്രൂപ്പാണ് ഈ ഫിഷിംഗ് ട്രിപ്പിന് പോണത്. അവര് 3 ക്രൂ മെമ്പേഴ്സും ഉണ്ട്, ഞങ്ങൾ 14 പാസഞ്ചേഴ്സും ഉണ്ട്. ഇതെന്റെ മോള്, ഇതെന്റെ ചേച്ചിയുടെ മക്കളാണ്. ഇവരൊക്കെ കൂടിയാണ് ഞങ്ങൾ ഇന്ന് പോണത്. ഇത് ജീമോൻ, ജിസ്മി ആൻഡ് അച്ചു. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് തിമിംഗലം കടന്നു പോകുന്നതാണ് അത് കാണണത്. ചില സമയത്ത് ഓസ്ട്രേലിയയുടെ തീരപ്രദേശങ്ങളിലൂടെ ഇത് കടന്നു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ കരയിൽ നിന്ന് കുറച്ച് ദൂരം സഞ്ചരിച്ച് നടുക്കടലിലെത്തി. അപ്പോൾ അവരവിടെ ബോട്ട് നിർത്തിയിട്ടു. ഞങ്ങളെല്ലാവരും മീൻ പിടിക്കാൻ തുടങ്ങി. നമ്മൾ നടുക്കടലിൽ എത്തുമ്പോഴേക്കും കടൽ വളരെ ശാന്തമാണ്, തിരകളൊന്നുമില്ല. എനിക്കൊരു ഫിഷ് കിട്ടിയട്ടോ, അതാണ് ഈ പറഞ്ഞത്. പക്ഷെ ഇത് അയ്യോ പോയി. ഞങ്ങൾ ഈ ഫിഷിംഗ് ട്രിപ്പിന് പോയത് ഗോൾഡ് കോസ്റ്റിലുള്ള ഒരു ചാർട്ടേഡ് ഫിഷിംഗ് കമ്പനിയുടെ കൂടെയാണ്. ഒത്തിരി നല്ലൊരു ചാർട്ടേഡ് ഫിഷിംഗ് കമ്പനിയാണ് ഇവർ. നമുക്ക് മീൻ പിടിക്കാം. മീൻ പിടിച്ചു കഴിയുമ്പോൾ അവർ ഈ മീനിൻ്റെ സൈസ് ചെക്ക് ചെയ്യും. എന്നിട്ട് ലീഗൽ സൈസ് ആണെങ്കിൽ നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോരാം. അവരത് ക്ലീനാക്കി നമുക്ക് തന്നുവിടും. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ ഒരു നിയമമുണ്ട്, ഓരോ ഫിഷിൻ്റെയും സ്പീഷ്യസ് അനുസരിച്ച് നമുക്ക് സൈസ് നോക്കിയിട്ട് ലീഗൽ സൈസാണ് എങ്കിൽ മാത്രമേ നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് മീൻ പിടിക്കാനുള്ള ബെയ്റ്റ്, ചൂണ്ട, എല്ലാ കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമുക്ക് വെള്ളമൊക്കെ വേണമെങ്കിൽ അതെല്ലാനും നമുക്ക് തരും. ബോട്ടിൽ നമ്മൾ വെള്ളമൊന്നും കൊണ്ടുപോകണ്ട, അതൊക്കെ അവർ തന്നെ തരും. അതുപോലെ തന്നെ നമ്മൾ മീൻ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് മീൻ കൈകൊണ്ട് എടുക്കുകയൊന്നും വേണ്ട, അവർ തന്നെ വന്ന് നമുക്ക് റീല് ചെയ്യാനും അതുപോലെ തന്നെ മീൻ പിടിച്ച് കടലിൽ നിന്ന് മീനെടുത്ത് ബോട്ടിലേക്ക് കയറ്റാനും എല്ലാത്തിനും അവർ സഹായിച്ചു തരും. ഒത്തിരി ഹെൽപ്ഫുള്ളാണ് അവർ. 170 ഓസ്ട്രേലിയൻ ഡോളറാണ് പെർ പേഴ്സൺ ഈ ട്രിപ്പിന് പോകാനായിട്ട്. പിന്നെ നമുക്കൊരു ഫാമിലി ഫണ്ടേ ആയിട്ട് ഒരു 14 പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു ട്രിപ്പിന് പോകാം. അങ്ങനെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ പൈസ വീണ്ടും കുറയും. $150 പെർ പേഴ്സൺ വരുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ്. ഓസ്ട്രേലിയയിലുള്ളവർ പോകാൻ പറ്റുന്നവരൊക്കെ പോകാം. നല്ല അടിപൊളി ട്രിപ്പാണ്. പസഫിക് ഓഷനിലൂടെയാണ് നമ്മളിപ്പോൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പസഫിക് ഓഷന് വേറൊരു പേരും കൂടെ ഉണ്ട്. മലയാളത്തിൽ നമ്മൾ ശാന്തസമുദ്രം എന്ന് വിളിക്കും. ശാന്തസമുദ്രം എന്ന പേര് പോലെ തന്നെ ശാന്തമാണ് കേട്ടോ ഈ പസഫിക് ഓഷൻ.